2025 ഡിസംബർ മാസം 8-ാം തീയതി ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു ദിവസമാണിത്. ഇന്ന് നടിയെ ആക്രമിച്ച കേസ് എല്ലായിടത്തും എല്ലാവരും റെഫർ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിലും ഞാനതിനെ റെഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തനിക്ക് നേരിടേണ്ടി വന്ന അക്രമത്തിനെതിരെ, അനീതിക്കെതിരെ ഇന്ത്യൻ ജുഡീഷ്യറിയെ വിശ്വസിച്ചുകൊണ്ട് ഒരു അഭിനേത്രിയുടെ പോരാട്ടം നടന്ന കേസ്. ആ കേസിൽ ഇന്ന് വിധി വന്നിരിക്കുകയാണ്. വിചാരണ കോടതി പ്രതിപ്പട്ടികയിലുണ്ടായിരുന്ന 1 മുതൽ 6 വരെയുള്ള ആളുകളെ കുറ്റവാളികളായി കണ്ടെത്തുകയും അവരെ ജാമ്യം നിഷേധിച്ച് ജയിലിലേക്ക് അയക്കുകയും ചെയ്തു. മറ്റു പ്രതികളെ കുറ്റവിമുക്തരാക്കി. ഇന്ന് നമ്മൾ ആഘോഷിക്കേണ്ടത്, അല്ലെങ്കിൽ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടത് ഒരു പെൺകുട്ടിയുടെ നിശ്ചയദാർഢ്യമാണ്. അവളെ കുറ്റപ്പെടുത്താൻ, മാറ്റി നിർത്താൻ, അവഹേളിക്കാൻ 100,000 വായകൾ തുറന്നപ്പോഴും ഈ കേസ് പോലും ഫേക്കാണ് എന്ന വാദഗതികൾ മുന്നോട്ട് വന്ന സമയത്തും തനിക്ക് നേരിട്ടത് ഇനി ഒരാൾക്കും നേരിടരുത് എന്ന തിരിച്ചറിവോടുകൂടി ഇത്തരമൊരു കേസുമായി മുന്നോട്ട് പോയ അവളുടെ നിശ്ചയദാർഢ്യം നമുക്ക് മുൻപൊരിക്കലും ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാൻ സമാനതകളില്ലാത്തൊരു പോരാട്ടം. ആ പോരാട്ടം ഇന്ന് വിചാരണ കോടതിയിൽ വിധിയാവുമ്പോൾ ഇതൊരു ചരിത്രമാണെന്ന് മനസ്സിലാക്കി അതിനെയാണ്, ആ പെൺകുട്ടിയുടെ കരുത്തിനെയാണ് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത്, വാർത്തയാവുന്നത് 8-ാം പ്രതി ആയിരുന്ന ഈ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കപ്പെട്ട ആളുടെ വിവരങ്ങളും വിശേഷങ്ങളുമാണ്. തീർച്ചയായും അദ്ദേഹവും അഭിനയ മേഖലയിൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരാൾ തന്നെയാണ്. അതിനെക്കുറിച്ച് ചർച്ചകളും വാർത്തകളും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈ ദിവസം നമ്മൾ അവൾക്കൊപ്പം നിൽക്കേണ്ട ദിവസമാണ്. മാത്രമല്ല, വിചാരണ കോടതി കുറ്റവിമുക്തനാക്കിയ ശേഷം 8-ാം പ്രതി ആയിരുന്നയാൾ അദ്ദേഹം മാധ്യമങ്ങൾക്ക് കൊടുത്ത ബൈറ്റിൽ പറയുന്നൊരു കാര്യം, ഇത് എനിക്കെതിരെ നടന്ന ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണെന്നാണ്. അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് അദ്ദേഹം ഈ കേസിൽ പ്രതി ആവരുത്, ആവാൻ പാടില്ലായിരുന്നു, അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ആദ്യം മുതലേ വാദിക്കുന്ന ആളുകളും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. ഇത് അദ്ദേഹത്തിനെതിരെയുള്ള ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണെന്ന്. അദ്ദേഹത്തിനെതിരെയുള്ള ക്രിമിനൽ ഗൂഢാലോചനയാണ് ഈ കേസെന്ന് പറയുമ്പോൾ അതിന് 2 സാധ്യതകളാണുള്ളത്. ഒന്ന്, ഇങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഇതിൽ ഇരയാക്കപ്പെട്ടിട്ടുള്ള പെൺകുട്ടി അടക്കം അയാൾക്കെതിരെ ഒരു കള്ളക്കേസ് വരാൻ വേണ്ടി, അയാളെ തകർക്കാൻ വേണ്ടി നടത്തിയ ക്രിമിനൽ ഗൂഢാലോചനയാണിത്. 2, ഇങ്ങനൊരു കേസ് സംഭവിച്ചിട്ടുണ്ട്, ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്, ആ പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കണം. പക്ഷേ ആ കേസിനെ മുതലെടുത്തുകൊണ്ട് ഈ അഭിനേതാവിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഗൂഢാലോചനയാണ് ഇവിടെ നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഏറ്റവും കൂടുതൽ ആളുകൾ ഈ മുഴുവൻ കേസിനെയും ക്യാൻസൽ ചെയ്യാൻ പാകത്തിന് ഈ അഭിനേത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ പരാതി പോലും വ്യാജമാണ് എന്നുള്ള രീതിയിലുള്ള പ്രചാരണമാണ് ഇവിടെ അഴിച്ചുവിട്ടിരുന്നത്. പക്ഷേ വിചാരണ കോടതി 1 മുതൽ 6 വരെയുള്ള പ്രതികളെയെങ്കിലും കുറ്റക്കാരാണ് എന്ന് വിധിക്കുമ്പോൾ പരാതിക്കാരിക്ക് നേരെ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ചെളിവാരിയേർ ഇതൊരു കള്ളക്കേസാണ് എന്നുള്ള ആരോപണം, ഇങ്ങനെയൊന്നും നടന്നിട്ടേ ഇല്ല എന്നുള്ള ആരോപണം, അതിവിടെ പൊളിഞ്ഞു വീഴുകയാണ്. ഇത്തരം ആരോപണങ്ങളും ചളിവാരി എറിയലുകളും ഒക്കെ ഒരുപാട് ഉണ്ടായപ്പോഴും അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഈ കേസ് ഒഴിവാക്കി പോകാമായിരുന്നു. എന്നിട്ടും അവൾ ഈ കേസുമായി മുന്നോട്ട് പോയി. 3215 ദിവസങ്ങൾ അവളുടെ പോരാട്ടത്തിൻ്റെ ദിവസങ്ങളാണ്. ഇവിടെ വിചാരണ കോടതിയുടെ വിധി വരുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ ഒരു ക്രൈം നടന്നിട്ടുണ്ട്. അത് ആർക്ക് വേണ്ടി എന്നുള്ള ചോദ്യം, ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്ക് വരുമ്പോഴാണ് കോടതി എന്ന് പറയുന്നത് തെളിവുകളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒന്നാണ്. പൊതുജന അഭിപ്രായങ്ങളോ മാധ്യമ വിചാരണയോ കോടതിക്ക് പൂർണ്ണമായും അംഗീകരിക്കാനാവാത്ത തെളിവുകളോ ഒന്നും പരിഗണിക്കാനാവില്ല. അങ്ങനെയൊന്നും അല്ല കോടതി വർക്ക് ചെയ്യുന്നത്. സ്വാഭാവികമായും കൃത്യമായ തെളിവുകൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാത്തത് കൊണ്ട് 8-ാം പ്രതി കുറ്റവിമുക്തനാവുകയാണ്. പക്ഷെ അയാളെ ന്യായീകരിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചിരുന്ന 2 ആരോപണങ്ങളിൽ ഒന്ന് തകർന്നു വീഴാണ്. ഇതൊരു കള്ളക്കേസല്ല. ഇനി ഇങ്ങനൊരു കേസ് ഉണ്ടായപ്പോൾ അതൊരാളെ ആക്രമിക്കാൻ വേണ്ടി കുറച്ച് ആളുകൾ വളച്ചൊടിച്ചതാണെങ്കിൽ അദ്ദേഹം പരാതിയുമായി മുന്നോട്ട് പോട്ടെ. പക്ഷെ ഇവിടെ അതിജീവിത പറഞ്ഞ കാര്യങ്ങൾ സത്യമായിരുന്നു. അമേരിക്കൻ സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള റോസ പാർക്സ് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, വെൻ വൺസ് മൈൻഡ് ഇസ് മെയ്ഡ് അപ്പ് ഫിയർ ഡിമിനിഷസ്. ഒരാൾ പോരാടാൻ ഉറച്ചിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭയത്തിന് സ്ഥാനമില്ല, അല്ലെങ്കിൽ ഭയം തന്നെ ഇല്ലാതാവുമെന്നാണ്. ചില പോരാട്ടങ്ങൾ കോടതിയിലാണ്, ചിലത് സമൂഹത്തിലാണ്, ചിലത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, നമ്മുടെ മനസാക്ഷിയിലാണ്. പക്ഷേ ഈ 3 ഇടങ്ങളിലും അവളുടെ പോരാട്ടം നടന്നിട്ടുണ്ട്. കരുത്തൊട്ടും ചോർന്നു പോകാതെ നമ്മൾ ഈ പറഞ്ഞ 3215 ദിവസങ്ങളിലും അവളുടെ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ആ ദിവസം, ആ മൊമെൻ്റ് എപ്പോഴാണെന്നറിയോ? പോരാടാൻ അവൾ തീരുമാനമെടുത്ത ആ നിമിഷം. കാരണം ഈ കേസ് നടക്കുന്ന കാലഘട്ടം വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ സമൂഹത്തെ, സിനിമയെ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കാതിരിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും എളുപ്പം. കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും മറക്കുമായിരിക്കും. ആജീവനാന്ത ട്രോമ ഉള്ളിലുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പം എല്ലാവരും ഈ സംഭവങ്ങളൊക്കെ മറന്നിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് മുന്നോട്ട് പോകാം എന്ന് വേണമെങ്കിൽ തീരുമാനിക്കാമായിരുന്നു, സബ്മിസീവായി ചിന്തിക്കാമായിരുന്നു. പക്ഷെ അവളുടെ ഒരൊറ്റ തീരുമാനം, ആ തീരുമാനം കൊണ്ട് സമൂഹത്തിലും സിനിമയിലുമൊക്കെ ഉണ്ടായ മാറ്റങ്ങൾ വളരെ 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 വലുതാണ്. എന്തുകൊണ്ട് അത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആവുന്നു എന്ന് ചോദിച്ചാൽ, ഒരാൾ പോരാടാൻ മുന്നിലേക്ക് വരുമ്പോഴാണ് മാറ്റങ്ങൾ ആരംഭിക്കുക. ആ തുടക്കം അത് ഈ കേസിലെ പരാതിക്കാരിയാണ്, അതിജീവിതയാണ്. നിങ്ങളൊരു ഹോൾവേയിൽ കൂടി നടക്കുകയാണ്,
നിങ്ങളുടെ സൈഡിൽ കുറേ മുറികളുണ്ട്, അവിടെയൊക്കെ വാതിലുകളുണ്ട്, എല്ലാ വാതിലുകളും അടഞ്ഞു കിടക്കുകയാണ്. ആ പല വാതിലുകൾക്കും അകത്ത് നിന്ന് നിങ്ങൾ ഞരക്കങ്ങൾ കേൾക്കുന്നുണ്ട്. അതിനകത്ത് ആരൊക്കെയോ പലവിധ കാരണങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് നമ്മൾ അറിയുന്നുണ്ട്. പക്ഷേ അതിനകത്തേക്ക് കയറി നോക്കേണ്ട ആവശ്യം നമുക്കില്ല. അവരായി അവരുടെ ലൈഫായി എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഈ ഹോൾവേയിലൂടെ മുന്നോട്ട് പോകാം. പക്ഷേ ഒരു വാതിൽ തുറന്നു. ഞാനിവിടെ അനീതിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, എനിക്കിത് പുറത്ത് പറയണം, നിങ്ങളെൻ്റെ ഒപ്പം നിൽക്കണം എന്ന് പറഞ്ഞ് ആദ്യമായി ആ വഴിയിലൊരു വാതിൽ തുറക്കുകയാണ്. ആ വാതിൽ തുറന്ന് ധൈര്യമായി മുന്നോട്ട് വന്ന് തൻ്റെ പരാതി ബോധിപ്പിക്കാൻ അവൾ കാണിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ, ആ ധൈര്യത്തിൽ നിന്നാണ് പിന്നീട് ഒരുപാട് വാതിലുകൾ തുറന്നത്. ആ വാതിലുകൾ തുറന്ന് പുറത്തേക്ക് വന്ന ഓരോ ആളുകളും അവരവരുടെ ആവശ്യങ്ങൾ നമ്മുടെ മുന്നിൽ വെച്ചു, അവരുടെ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ വെച്ചു, പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ വെച്ചു. അവൾ മാത്രമല്ല, അവൾക്കൊപ്പം കൂടിയ ആളുകളും ഒരുപാട് വിചാരണകൾ നേരിടേണ്ടി വന്നു, അവസരങ്ങൾ നഷ്ടപ്പെടുത്തേണ്ടി വന്നു. പക്ഷെ അപ്പോഴൊന്നും അവളെ വിട്ടുകളയാതെ കൂടെ നിന്ന ആളുകളുണ്ട്. അവരുടെ കൂടി പോരാട്ടത്തിൻ്റെ ഊർജ്ജത്തിൽ നിന്നുകൊണ്ട് ഇവിടെ സംഭവിച്ച വലിയ മാറ്റങ്ങളുണ്ട്. തൻ്റെ സത്യം ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ സമയത്ത് അവളൊരു പക്ഷേ ഭയപ്പെട്ടിട്ടുണ്ടാവാം. അവളുടെ ജീവിതത്തെക്കുറിച്ച്, അവളുടെ കരിയറിന് മുന്നോട്ടുള്ള പോക്കിനെക്കുറിച്ച് തീർച്ചയായും ഭയപ്പെട്ടിരിക്കാം. പക്ഷേ ആ സമയത്താണ് 2017 മെയ് മാസം 17 മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി 18ഓളം വനിതാ ചലച്ചിത്ര പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം നൽകുന്നു. ആ 18 പേർ ചേർന്ന് ഇന്ത്യൻ സിനിമ ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഒരു തീരുമാനമെടുക്കുന്നു. WCC ഫോം ചെയ്യുന്നു. ഇത്തരമൊരു സംഘടനയുമായി മുന്നോട്ട് പോകുമ്പോൾ, അവൾക്കൊപ്പം നിൽക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഉറപ്പായിരുന്നു അതിൻ്റെ പേരിൽ ജോലിസ്ഥലത്തും സമൂഹത്തിലും സൈബർ ഇടങ്ങളിലും അവർ നേരിടാൻ പോകുന്ന ആക്രമണം എത്രത്തോളം ആയിരിക്കുമെന്നുള്ളത്. അവർക്ക് അവരുടെ കരിയറിൽ നഷ്ടപ്പെടാൻ പോകുന്ന അവസരങ്ങളെക്കുറിച്ചും അവർക്ക് കൃത്യമായ ധാരണകളുണ്ടായിരുന്നു. പക്ഷെ അവരൊരിക്കൽ പോലും കൺഫ്യൂസ്ഡ് ആയിരുന്നില്ല. അവരുടെ തീരുമാനങ്ങൾ സുശക്തമായിരുന്നു. അവർ സംസാരിച്ചു തുടങ്ങിയത്, ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനി അങ്ങോട്ട് സംസാരിക്കാൻ പോകുന്നതും ഒരൊറ്റ സ്ത്രീക്ക് വേണ്ടി മാത്രമല്ല, ഒരുപാട് പേർക്ക് വേണ്ടിയാണ്. മലയാള സിനിമയുടെ അടിത്തട്ടിൽ പതിറ്റാണ്ടുകളായി പറ്റിപ്പിടിച്ച് കിടന്നിരുന്ന അനീതിയെയും മൗനത്തെയും ഒക്കെ പൊട്ടിച്ചെറിയുന്ന ഒരു ശബ്ദമായിട്ട് മാറാൻ അവർക്ക് സാധിച്ചു. സിനിമ എന്ന തൊഴിലിടത്ത് നാളെ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് നേരെ ഒരു അനീതി ഉണ്ടായാൽ അതിനെക്കുറിച്ച് അവർക്ക് പരാതിപ്പെടാമെന്നും നീതിക്ക് വേണ്ടിയുള്ള ആ യാത്രയിൽ അവർ ഒറ്റയ്ക്കല്ലെന്നും അവർക്കൊപ്പം നിൽക്കാൻ ആളുകളുണ്ടെന്നുമുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന ഈ സിസ്റ്റത്തിൽ നിലനിന്നിരുന്ന അഴിമതികളുണ്ട്, പോരായ്മകളുണ്ട്, കുറച്ച് വ്യക്തികളുടെ മാത്രം പവറിന് പുറത്ത് നടന്നിരുന്ന അധികാര ദുർവിനിയോഗങ്ങളുണ്ടായിരുന്നു. അതിനൊക്കെ എതിരെ ഒരു ശബ്ദമായി മാറാൻ ആ കൂട്ടായ്മയ്ക്ക് ഇന്നും സാധിക്കുന്നുണ്ട്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം തൊഴിലിടങ്ങളിലെ ബേസിക് ആയിട്ടുള്ള അവകാശങ്ങളെങ്കിലും അവർക്ക് കിട്ടണം എന്നുള്ളതായിരുന്നു. ഒരു അഭിനേത്രി ഒരു നല്ല വൃത്തിയുള്ള ടോയ്ലറ്റിന് വേണ്ടിയാണ് ഞങ്ങളുടെ ഈ പോരാട്ടം എന്ന് പറയേണ്ടി വരുമ്പോൾ എത്രത്തോളം മോശമാണ് അവിടുത്തെ അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ അതിജീവിതയുടെ ധൈര്യത്തിൽ നിന്ന് അവർക്ക് കൂടി ധൈര്യമാകാൻ വേണ്ടി വന്ന ഈ കൂട്ടായ്മയ്ക്ക് മുൻപും ശേഷവും എന്ന് നമുക്ക് മലയാള ഫിലിം ഇൻഡസ്ട്രി എന്ന തൊഴിലിടത്തെ മാർക്ക് ചെയ്യാൻ പറ്റും. മുൻപ് സ്ത്രീകളുടെ മൗനവും ഭയവും ഒറ്റപ്പെടലുമായിരുന്നെങ്കിൽ ശേഷം ഇവിടെ ചോദ്യം ചെയ്യപ്പെടലുകൾ ഉണ്ടാവുന്നുണ്ട്. അതിനെ പരിഗണിക്കാൻ ഉത്തരവാദിത്വത്തോടുകൂടിയുള്ള കൂട്ടായ്മകൾ ഉണ്ടാവുന്നുണ്ട്. പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നവരുടെ അനുഭവങ്ങൾ വാലിഡ് ആണെന്നും അവരുടെ വേദനകൾക്ക് വിലയുണ്ടെന്നും അവരുയർത്തിപ്പിടിക്കുന്ന സത്യം ചെറുതല്ലെന്നും ഓർമ്മിപ്പിക്കുന്ന ഒരു ശക്തിയായി മാറാൻ WCCക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി, ഹേമ കമ്മിറ്റി, ഇതുപോലെയുള്ള കമ്മിറ്റികളും അവരുടെ റിപ്പോർട്ടുകളും ഒക്കെ കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുമ്പോഴും മലയാള ചലച്ചിത്ര മേഖലയിൽ ഇത്തരം ശക്തമായ മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ വലിയ വലിയ മാറ്റങ്ങൾ മലയാള ചലച്ചിത്ര മേഖലയിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് വലുതായി ഒന്നും കണ്ടെത്താനാവുന്നില്ലെങ്കിലും ഒരു തൊഴിൽ മേഖല എന്ന നിലയിൽ മലയാള ചലച്ചിത്ര ലോകത്ത് വനിതകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത് സമൂഹത്തിലേക്ക് എത്തിക്കാൻ ഈ പോരാട്ടങ്ങളൊക്കെ കാരണമായിട്ടുണ്ട്. ഇന്ന് ഏതൊരു സാധാരണക്കാരനോട് ചോദിച്ചു കഴിഞ്ഞാലും ഒരു അഭിനേത്രി എന്ന തൊഴിലാളി നേരിടുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് അറിയാം. അവർ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെ കുറിച്ച് അറിയാം. മുൻപ് നടന്നിരുന്ന പല മുതലെടുപ്പുകളും ഇന്നിനി അന്നത്തതുപോലെ നടക്കില്ല എന്നൊരു തോന്നലുണ്ടാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത്രയും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി, ഇത്തരമൊരു സംഘടന ഉണ്ടാകാൻ വേണ്ടി ആദ്യത്തെ ചുവട് വെച്ച അവളുടെ ഏറ്റവും ചരിത്രപരമായ തീരുമാനം, ആ തീരുമാനത്തെക്കുറിച്ച് വിചാരണ കോടതിയുടെ വിധി, അതാണ് ഇന്ന് വന്നിരിക്കുന്നത്. സ്റ്റേറ്റിൻ്റെ ഭാഗത്തുനിന്ന് മേൽക്കോടതിയിൽ അപ്പീലിന് പോകും എന്ന നിലപാടാണ് നമുക്ക് ഇന്ന് അറിയാൻ സാധിക്കുന്നത്. നമ്മൾ ഈ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ, നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിച്ച് ജീവിക്കുമ്പോൾ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് ചിന്തിക്കുന്ന ഈ നിയമവ്യവസ്ഥയെ അംഗീകരിച്ച് ഇവിടെ ജീവിക്കുമ്പോൾ വിചാരണ കോടതിയുടെ ഈ വിധിയെ നമ്മൾ അംഗീകരിക്കുകയാണ്. പക്ഷേ അതിനെ ചോദ്യം ചെയ്യാനുള്ള അവസരങ്ങളും ഇവിടെയുണ്ട്. ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന മൂല്യത്തിനെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ ഈ നിയമവ്യവസ്ഥയിൽ ഗൂഢാലോചന പോലെ ഒരു കാര്യം കോടതിയിൽ തെളിയിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ആ കുറ്റകൃത്യം തെളിയിക്കാൻ വേണ്ടിയാണ് സ്റ്റേറ്റ് തന്നെ മുൻകൈയെടുത്ത് അപ്പീലിന് പോകുമെന്നുള്ള തീരുമാനവുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും അവർ ശക്തമായ അന്വേഷണവും കൂടുതൽ തെളിവുകളുമായി മുന്നോട്ട് പോട്ടെ. അതിജീവിതയ്ക്ക്
അവൾക്ക് നീതി കിട്ടി എന്ന തോന്നൽ ഉണ്ടാവുന്നത് വരെ അതിശക്തമായി ഈ പോരാട്ടം തുടരാനാവട്ടെ. അതിജീവിതയും അവൾക്കൊപ്പം നിന്ന ആൾക്കാരും ഇനി അങ്ങോട്ട് നേരിടാൻ പോകുന്ന കടുത്ത സൈബർ അറ്റാക്കുകളുണ്ട്, തൊഴിലിടത്ത് നിന്നുള്ള മാറ്റി നിർത്തപ്പെടലുകളുണ്ട്. അത് എത്രത്തോളം ഭീകരമായിരിക്കും എന്നുള്ളത് ഓൾറെഡി നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു തുടങ്ങി. അതിജീവിത തന്നെ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുള്ള പോലെ ഈ കേസ് ഞാൻ കെട്ടിച്ചമച്ചതാണോ എന്നുള്ള ആരോപണം വരെ കേൾക്കേണ്ട ഒരവസ്ഥയിലേക്ക് അവരെത്തി. വീണെടുത്ത് എണീക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും അടിച്ച് താഴെയിടാൻ ശ്രമിക്കുന്നത് പോലെയുള്ള ആക്രമണങ്ങളാണ് അവർ ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇതൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്തതെന്ന് പറഞ്ഞു തരാൻ അറിയില്ല എന്ന് പറയുമ്പോഴും അതിജീവിതയ്ക്ക് ഉറപ്പുള്ളൊരു കാര്യമുണ്ട്, ഈ പോരാട്ടം താൻ തന്നെ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. മറ്റൊരാളെ ഏൽപ്പിച്ച് മാറി നിൽക്കാനുള്ള സമയമല്ലിത്. അത്രയും ഉറപ്പിച്ച് ഈ പോരാട്ടവുമായി മുന്നോട്ട് പോകുന്ന അവളോട് പറയാൻ നമുക്കൊന്നേ ഉള്ളൂ. കടന്നുപോയ ദുരനുഭവങ്ങളും ഉള്ളിലെ മുറിവുകളും നിന്റെ ഓരോ നിമിഷത്തെയും പോരാട്ടത്തിലൂടെ അറിഞ്ഞവരാണ് ഞങ്ങൾ. നിനക്ക് ഏൽക്കേണ്ടി വന്ന വേദന ഞങ്ങൾക്ക് കൃത്യമായി അളക്കാനാവില്ല. പക്ഷേ ജീവനെ പോലെ സംരക്ഷിച്ച് നീ മുന്നോട്ട് കൊണ്ടുപോയ അതിജീവനത്തിൻ്റെ ഈ യാത്ര, പോരാടാൻ തീരുമാനിച്ചുറപ്പിച്ച് നീ ആരംഭിച്ച ആ നിമിഷം, അന്ന് മുതൽ നിങ്ങളെ കണ്ട് കേട്ട് വിശ്വസിച്ച് അഭിമാനിച്ച് നീ തുറന്നു തന്ന ആത്മാഭിമാനത്തിൻ്റെ പ്രതീക്ഷയുടെ പോരാട്ടത്തിൻ്റെ പാതയിൽ ചേർന്ന് നിന്നവരാണ് ഞങ്ങൾ. അന്നുണ്ടായിരുന്ന അതേ അപരിമിതമായ ആദരവോടെ ഇന്നും ഒരേ സ്വരത്തിൽ നിന്നോടൊപ്പം.